ഹായ് ഗൈസ് ഹായ് ഗൈസ് ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ നാട്ടിലുണ്ട്. അപ്പം ഞാൻ മാങ്ങ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. പക്ഷെ മാങ്ങയൊന്നുമില്ല, മാങ്ങ ഏകദേശം തീർന്നു തുടങ്ങി. നല്ല മുട്ടിക്കൂടിയ മാങ്ങയാണ്. അപ്പോൾ അത് തപ്പി നടക്കണമെന്നും കാണാനില്ല, ഒക്കെ അവിടെ ഇവിടെ ചീഞ്ഞ് കിടക്കുക, അല്ലാണ്ട് നല്ലതൊന്നും കിട്ടണില്ല. രാവിലെ എണീറ്റിട്ട് ഞാൻ അതാ പോയി നോക്കിയത്. അത് കഴിഞ്ഞ് കുറച്ച് സൺഗ്ലാസൊക്കെ അടിക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കിയതാണ്. ചെടികൾക്കൊക്കെ അമ്മ ശുശ്രൂഷിക്കുന്നത് എപ്പോഴും പട്ടി. അങ്ങനെ അമ്മയുടെ കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് ഉച്ചക്കേക്ക്. അങ്ങനെ നടുന്നത് അമ്മയും പൊട്ടിക്കുന്നത് ഞങ്ങളുമാണ്. ഇപ്പോഴും എല്ലാ സമയവും അങ്ങനെ തന്നെയാണ്. പക്ഷെ വന്നാൽ ഇതിങ്ങനെ പൊട്ടിച്ച് നടക്കുന്നത് ഒരു രസമല്ലേ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പം മുട്ടക്കറിയാണ്. വെള്ളയപ്പം മുട്ടക്കറി എപ്പോഴും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ യാതൊരു മടിയുമില്ല. ഓൾ ടൈം ഫേവറേറ്റാണ്. നാട്ടിൽ വന്നാൽ കഴിക്കാതാണ്. പിന്നെ അമ്മയും ഞങ്ങൾ വന്നാൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് മേക്കപ്പല്ല ഒന്ന് കെയർ ചെയ്തിട്ട് വേണം അമ്പലത്തിൽ പോവാൻ. ഫേസ് മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ, വെറുതെ ഒന്നുമില്ല. എന്നിട്ട് കുളിച്ചിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ രാവിലെ 9 മണി ആയിട്ടേ ഉള്ളൂ. ഞാനിങ്ങനെ അമ്പലത്തിൽ പോയി, ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയി വന്നു. അപ്പോഴേക്കും ഉച്ചയായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡിന് എന്താണ് അയിലക്കണേനോ അങ്ങനെന്തോആണ്. അപ്പോൾ അതിൻ്റെ ഫ്രൈയും കറിയും പിന്നെ ചെറുച്ചൻ തന്ന ചീരയാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പേരിയും ഇവിടെ ഉണ്ടായത്. അങ്ങനെ അത് കൂട്ടി നല്ലൊരു മീൻ കറി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായി, തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻ കറി. അപ്പോൾ നല്ല രസമാണ് പൊതുവേ. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് കഴിച്ചു ഞാൻ. ഞാനിങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഈ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഓർമ്മ വരണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരെയും പോലെ ഞാനെല്ലാം മിക്സ് ചെയ്ത് കഴിക്കില്ല, ഒക്കെ സെപ്പറേറ്റ്. അതായത് മീൻ വറുത്തതും മീൻ കറിയും കൂട്ടി മാത്രം ഒപ്പം കഴിക്കും. ബാക്കിയൊക്കെ സെപ്പറേറ്റ് എടുത്ത് കഴിക്കും. അപ്പോൾ പപ്പടമാണെങ്കിലും ഒരു കടി പപ്പടം, അത് കഴിഞ്ഞിട്ട് ചോറ്, അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുന്നത് പൊതുവേ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പം അങ്ങനെ ഞാൻ കുറേ നേരം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. സംഭവം സ്ലോ ഇഡേഴ്സ് എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഭക്ഷണത്തിന് ആസ്വദിക്കണം നമ്മളെപ്പോഴും. പിന്നെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ജലദോഷമാണ് കേട്ടോ. അതാ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഹായ് ഗൈസ് പറയും. ഹായ് ഗൈസ്. എൻ്റെ പേര് അതിരു പറയും. മൈ നെയിം ഈസ് അതിരത്. നല്ല പേര് പറയും. ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ പറയണ്ടല്ലോ, അതിൽ വന്നാൽ ഒതുങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. പിന്നെ എൻ്റെ ഫേവററ്റ് കുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലാളിച്ച് കൂടുതൽ കൊഞ്ചിച്ചു. അതിനുള്ള പണിയൊക്കെ എനിക്കൊന്നും തരുന്നുണ്ട്, ഞാൻ മറച്ചിടുകയാണ്. പിന്നെ വന്നാൽ സമയം പോണതും അറിയില്ല. ഇങ്ങനെ പറഞ്ഞോളും. കഥ പറയാനൊക്കെ ബെസ്റ്റാണ്. എന്നാലും അവനെ വെച്ച് താഴെയിടും. പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം കോഴികൾ. ഈ ചേക്കൻ കാണുന്ന പോലെയല്ല, പറന്ന് കുത്തും, കണ്ടോടിട്ട് കുത്തും. വീണ്ടും എൻ്റെ അമ്മയുടെ കൃഷി. അമ്മ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, പയറൊക്കെ നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. കായ്ക്കുന്ന വിശ്വാസം. ചക്ക പക്ഷേ ഇപ്രാവശ്യം കുറവാണ്, എല്ലാം പൊതുവെ കുറവാണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും അധികം ചക്ക ഇല്ല, എന്നാലും ചക്കയൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ വളർത്തണ സുപ്പുണ്ണിയാണ് ഇത്. ആൾ കാണാൻ ശാന്ത സ്വരൂപനാണെങ്കിലും ദിവസം 4 മീൻ കട്ട് കൊണ്ടുപോകും. ഇവിടെ വീട്ടിൽ ഞാനുണ്ടെങ്കിൽ പൊതുവെ കളിക്കലുണ്ട്. അപ്പോൾ ഇത് പ്ലേ ടൈമാണ്. പ്ലേ ടൈം മാത്രമല്ല, നല്ല തല്ല് കൂടുന്ന സമയമാണ്.
അപ്പോൾ ഈ പിള്ളേരൊക്കെ ഒതുക്കി നിർത്താനാണ് ചെറിയച്ഛനും കൂടി കളിക്കുന്നത്. ഞാനും ചെറിയും കൂടിയിട്ടാണ് കളിക്കുക. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവരുടെ നടുവിൽ ഞാൻ പെട്ടാൽ എന്നെ അവരെടുത്ത് മലർത്തിയിടും ആ തല്ല് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയനെയും മാത്രമേ കളിക്കാൻ പോവുള്ളൂ. അങ്ങനെ ഇവരുടെ വിചാരം ഞാനിപ്പോഴും കിള്ളക്കുട്ടിയാണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചെറിയച്ഛനെങ്കിൽ മാത്രമേ ഞാൻ യുനോ കളിക്കാൻ യുനോ കാർഡ്സ് കളിക്കലുണ്ടോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.